അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഷൂറ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്, 42-ാമത്തെ അധ്യായം. അതിൻ്റെ 38-ാമത്തെ ആയത്തിൽ പറയുന്നത് വഅംറുഹും ഷൂറ ബൈനഹും എന്നാണ്. അവർക്കിടയിലുള്ള അവരുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെയാണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ കൂടിയാലോചന എന്നുള്ളത്. കുറേ തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഭാഗീയതകളും ഒഴിവാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ കൂടിയാലോചന എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ മതസംഘടനകളിലാണെങ്കിലും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഭരണതലത്തിലാണെങ്കിലും എല്ലാം ഈ കൂടിയാലോചന വളരെ പ്രാധാന്യം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ മുഖവിലക്ക് എടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവരുമായുള്ള നമ്മുടെ ഭിന്നിപ്പ് കൊണ്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും ഇത്തരം കൂടിയാലോചനകളെ ഒഴിവാക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മൾ കുടുംബത്തിൽ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ആ വീടിൻ്റെ സ്ഥലം, ആ വീടിൻ്റെ രൂപം ഒക്കെ തീരുമാനിക്കുമ്പോൾ ആ വീട്ടിൽ നിങ്ങളുടെ കൂടെ എക്കാലത്തും താമസിക്കേണ്ട നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മുഖവിലക്ക് എടുക്കണം. ഒരുപക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ 100% ശരിയായിരിക്കും എങ്കിൽ പോലും അത് അവരുടെ കൂടെ തീരുമാനവും അഭിപ്രായവുമാക്കി മാറ്റുന്നത് നമുക്ക് ഭയങ്കര ഗുണകരമായിരിക്കും. തിരഞ്ഞെടുത്ത സ്ഥലം നമ്മുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണെങ്കിൽ ആ സ്ഥലം ശരിയായില്ല, നമ്മൾ ഇവിടെ അല്ലായിരുന്നു വീട് വെക്കേണ്ടത് എന്ന ഒരു ചർച്ച നമ്മുടെ മരണം വരെ തുടരും. ഇനി നമ്മൾ വീടുണ്ടാക്കി, ഒരു പ്ലാൻ, നമ്മൾ ആ പ്ലാനിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു എഞ്ചിനീയർ കൊടുത്തു, അയാളൊരു പ്ലാൻ തന്നു, നമ്മൾ ഉണ്ടാക്കി, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അതിലെല്ലാ സമയവും കഴിഞ്ഞുകൂടേണ്ട ആളാണ് നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടുത്തെ അടുക്കള എങ്ങനെ ആവണം, ഡൈനിങ് ഹാൾ എങ്ങനെ ആവണം എന്ന് സമ്പൂർണ്ണമായ അവരുടെ അഭിപ്രായം നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും വന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ പിന്നെ അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ അവർക്ക് സമാധാനമായിട്ട് താമസിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മക്കളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. മക്കൾ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും മക്കളുമായി കൂടി ആലോചിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ പണമൊക്കെ ചിലവഴിച്ച് നമ്മൾ വലിയ അധ്വാനങ്ങളൊക്കെ നടത്തി നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവരത് നേരെ വിപരീതമായിട്ടും അവർക്ക് ദോഷമാണെന്ന നിലക്കും വിലയിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും, എത്ര വിഷമം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. ഒരുപക്ഷെ ഭരണരംഗത്ത് നിലകൊള്ളുന്ന ആളുകൾക്ക് ആ ഒരു സ്ഥാനത്ത് അത് അവർക്ക് ഈസിയായി നടത്താൻ പറ്റും. പക്ഷേ ഭരണ വിദഗ്ധരുമായിട്ടും കൂടെയുള്ള ആളുകളുമായിട്ടും ഒക്കെ വേണ്ടത്ര ആലോചിച്ചിട്ടില്ലെങ്കിൽ അവരെന്നെ നമുക്ക് എതിരാവും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെ എതിരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളൊരു നല്ല കാര്യം, ഇപ്പോൾ ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യം പ്രാദേശികമായി നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ, ഒരു പള്ളി നിലയ്ക്ക് നമ്മൾ ആത്മാർത്ഥമായി അതിന് ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നടത്തുന്ന എന്തൊരു കാര്യവും അവിടെ കൂടുകയും വരികയും ആ പള്ളിയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളെ ഒരു മീറ്റിംഗ് പോലെ വിളിച്ച് അല്ലെങ്കിൽ സുബഹ നമസ്കാരത്തിന് ശേഷം നമ്മൾ അവരെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ അഭിപ്രായ ഭിന്നതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇമാം നാസിർ സാദി റഹ്മുല്ല സൂറത്ത് ആൽ-ഇംറാനിലെ വശാവിറുഹും ഫിൽ അംർ, അവരുമായി നിങ്ങൾ കൂടിയാലോചന നടത്തുക എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ ഷൂറയുടെ കൂടിയാലോചനയുടെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടിയാലോചന നടത്തുക, നല്ല കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളത് എന്തായിരുന്നാലും ഒരു ഇബാദത്താണ്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്കതിനൊരു പുണ്യം കിട്ടും. ഇപ്പോൾ നമ്മൾ കൂടുന്ന ഓരോ മീറ്റിങ്ങുകളിലും ചർച്ചകളിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏതൊരു സദസ്സും സമയവും, ഒരുപക്ഷെ നല്ലൊരു സജീവമായിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തകനോ ഒരു പ്രബോധകനൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ സമയം ഇത്തരം മീറ്റിങ്ങുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങുകളെല്ലാം എന്താണ്, ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിന് എന്ത് ചെയ്യും, ഒരു പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ഒരു പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അത് പറഞ്ഞില്ലെങ്കിൽ അയാൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാവും. അപ്പോൾ അത് തുറന്ന് പറയാൻ അയാൾക്കൊരു അവസരമാണ് മീറ്റിങ്ങുകൾ എന്ന് പറയുമ്പോൾ. തൻ്റെ വിഷമങ്ങളും വേദനകളും തൻ്റെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അഭിലാഷങ്ങളും പ്ലാനുകളും ഒക്കെ ഒരാൾക്ക് പറയാലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൂടാതെ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവർക്ക് പറയാലോ. അപ്പോൾ ആ പറയാൻ അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അത് അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവർ പുറത്തു പോയി പറയും, അതൊക്കെ പല സങ്കീർണതകളുണ്ടാവും. ഇപ്പോൾ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞൊരു സമാധാനം ഉണ്ടാക്കാനുള്ളൊരു കാര്യമാണത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് തെറ്റുകൾ കുറയും എന്നുള്ളതാണ്.
നമ്മൾ ഒറ്റക്കൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൽ ധാരാളം അബദ്ധങ്ങളും അപകടങ്ങളും വരാം. പക്ഷേ ഒരു ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് പിന്നെ ആ അപകടങ്ങളെയും തെറ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഷൂറ കൊണ്ടുള്ളൊരു പ്രധാനപ്പെട്ട ഗുണം പരിഗണിക്കുക എന്നുള്ളതാണ്. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ എന്താണ് അവർ പരിഗണിക്കലാവും. അപ്പോൾ നിങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കണം, അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ടുവരുന്നതിന് മുമ്പ് തലേന്ന് നമ്മൾ അവരോട് പോയിട്ട് പറയാണ്, നാളെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു കച്ചവടത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്താൻ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൽ കടകൾ വന്നാൽ അടുത്തൊക്കെ കടകളാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോപ്പിംഗ് റൂമുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ പണി തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് മുതൽ അവിടെ പണിയുടെ ശബ്ദങ്ങളും അതിൻ്റെ പൊടിയും ബഹളങ്ങളൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. എന്ത് ചെയ്യും, ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് മാത്രം ലാഭം കിട്ടുന്നൊരു കാര്യമാകുമ്പോൾ അവർക്കതിൻ്റെ ഒരു ശല്യം സഹിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് കാര്യങ്ങളിലും കൂടിയാലോചന വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത്തരം കൂടിയാലോചനകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക. അത് അള്ളാഹു നിർദ്ദേശിച്ച ഒരു കാര്യമാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഗുണങ്ങൾ അതുകൊണ്ടുണ്ടായിരിക്കും, ധാരാളം പ്രയാസങ്ങൾ ഒഴിവാക്കാനും നമുക്ക് കഴിയും.